നമസ്കാരം, ഞാൻ മൃണ. ശ്രീലങ്കയിലെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ്, ഡെക്കറേഷൻസ് എല്ലാം ഇപ്പോഴും അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് ഇതൊക്കെ കണ്ടുപിടിച്ചതെന്നുള്ള ഭാഗത്തിൽ നിൽക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഹോട്ടലുകളെക്കാളും കിടിലാണ് ഇവർ. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഞാൻ വേറൊരു ഹോട്ടലിലേക്ക് പോവുകയാണ്, ദ സിനമൺ ഗ്രാൻഡ് കൊളംബോ. അവിടെ നുഗഗാമ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ ശ്രീലങ്ക എനിക്ക് തോന്നുന്നത് ചൂതുകളിയുടെ കാര്യത്തിൽ ലാസ് വേഗസിനെയും ചില പ്രത്യേക ടൈപ്പ് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ആംസ്റ്റർഡാമിനെയും തായ്ലൻഡിനെയൊക്കെ അടുത്ത കാലത്ത് തന്നെ കവച്ച് വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനും മാത്രം കസിനോസും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം പറയുകയും വേണം. ഈ നുഗഗാമ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഒരു പ്രോപ്പർ ട്രഡീഷണൽ ശ്രീലങ്കൻ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ട്രഡീഷണൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നാൽ, ഇപ്പോൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ ഇപ്പോൾ ദോശ കഴിക്കാൻ വിദ്യാർത്ഥി ഭവനിൽ പോകേണ്ടി വരും, അവരുടെ ബിരിയാണി കഴിക്കാൻ വേറൊരു സ്ഥലത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ മീൽസ് കഴിക്കാൻ വേറൊരു സ്ഥലത്ത് പോകേണ്ടി വരും. നുഗഗാമയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ ട്രഡീഷൻ എന്താണ്, ഈവൻ ഒരു 100-200 കൊല്ലം മുമ്പ് വരെയുള്ള ട്രഡീഷൻ എന്താണ് നേരിട്ട് കാണുകയും ചെയ്യാം, ഗ്രാമങ്ങളിൽ പോകുന്ന പോലെ പോയി അനുഭവിക്കുകയും ചെയ്യാം. എല്ലാ ഭക്ഷണങ്ങളും ഉള്ള ഒരു സൂപ്പർ ബുഫേ കഴിക്കുകയും ചെയ്യും. ഈ കട അവർ സെറ്റിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു പണിയില്ലാത്തവർക്ക് വന്നിരുന്ന് കളിക്കാനുള്ള ചെസ് ബോർഡ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലും കാണാവുന്നല്ലേ ഉള്ളൂ. കെട്ടിത്തൂക്കിയ പഴക്കൊല, കുറെ ബാരടികള്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. നമ്മുടെ നാട്ടിൽ അതേപോലത്തെ കടകളുടെ സെറ്റപ്പ്, കുറെ സാഷേസ്, പഴയ 1 രൂപയുടെ ഷാംപൂവിന്റെ സാഷേ പോലുള്ള സംഭവങ്ങൾ. ഇതിന് തൊട്ടടുത്തൊരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിന്റെ കീഴെയാണ് റെസ്റ്റോറൻറ്റ്. ആൽമരത്തിന്റെ കീഴെ ആൾക്കാർ മരത്തിന്റെ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട് അങ്ങിരിക്കുകയാണ്, യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാർ. ഈ ഇവിടെ കൊച്ചിയിൽ ഹയാത്തിൽ സ്ത്രീകള് നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, സാധാരണ ഒരു ഓലപ്പുര പോലെ കെട്ടിയിട്ട് അതിന്റെ സൈഡില് കുറെ ചട്ടിയും കലവും ട്രഡീഷണൽ വസ്ത്രം ധരിച്ച സ്ത്രീകളും. പക്ഷെ 5 സ്റ്റാർ ഹോട്ടലാന്നുള്ളത് മറക്കണ്ട കേട്ടോ, ശ്രീലങ്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലുകളിലൊന്നാണിത്. ഇവിടെ ഉള്ള ഭക്ഷണം കണ്ടാല് നമുക്ക് അങ്ങനെ ഒരു 5 സ്റ്റാർ ആണോ എന്ന് രണ്ടാമത് സംശയം തോന്നും. എല്ലാം ചട്ടിക്കകത്ത് കുറെ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ അമ്മയൊക്കെ ഡിന്നറിനും ലഞ്ചിനൊക്കെ കൊണ്ടുവെക്കില്ലേ ടേബിളിന്റെ നടുവില്, അതുപോലുള്ള കുറെ സാധനങ്ങൾ. പോർക്ക് ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ നൂൽപുട്ട് പോലുള്ള സംഭവങ്ങൾ, നമ്മുടെ പുട്ട്. പിന്നെ എടുത്തു പറയേണ്ട സാധനം, അവിടെ പുളിശ്ശേരി പോലൊരു സാധനം ഇരിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ചോറുകളും ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഒരുപാട് വർക്ക് ചെയ്ത് നല്ല ക്ഷീണിച്ച ദിവസമാണ്. 3 ടൈപ്പ് ചോറുണ്ട്. മഞ്ഞച്ചോറ്, ഒരു കുത്തരി ചോറ് പോലത്തെ ഒരു ചോറ്, പിന്നെ നമ്മുടെ കോഴിക്കോടൊക്കെ കിട്ടുന്ന പോലത്തെ വെള്ളച്ചോറ്, പിന്നെ ഫിഷ് കറി. അവരെല്ലാം റെഡ് കറി എന്ന് വിളിക്കും. ഫിഷ് റെഡ് കറി, ചിക്കൻ റെഡ് കറി, അങ്ങനെ കുറെ റെഡ് കറീസ് ഉണ്ട്. നമ്മുടെ മുളകിട്ടതാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബീൻസ് ഉപ്പേരി മുതൽ കുറെ സംഭവങ്ങളുണ്ട്. ക്രാബ് ഉണ്ട്. അതുപോലെ തന്നെ പോർക്കിന്റെയും മട്ടന്റെ ഒക്കെ നാടൻ ഐറ്റംസ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് സ്ഥിരമായിട്ട് വന്ന് താമസിക്കുന്ന ഹോട്ടലാണിത്. പിന്നെ ഇത് ഹോട്ടലുകളുടെ ഹബിന്റെ നടുവിലുള്ളൊരു സംഭവമാണ്. അപ്പൊ പല സ്ഥലത്ത് നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ കൂട്ടായിട്ട് വന്നിട്ട് ഒരു ടേബിൾ കിട്ടാൻ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മുടെ നൂലപ്പം, ഇടിയപ്പം എന്നൊക്കെ പറയുന്ന സാധനം, നൂൽപുട്ട് എന്നാണ് എൻ്റെ വീട്ടിൽ പറയുക. ആ സാധനവും മട്ടനും പോർക്കും എല്ലാം നാടൻ കറികളാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ പരിപാടി തുടങ്ങാമെന്നാണ്, ഉദ്ഘാടനം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. രണ്ടിനും പ്രോപ്പർ നാടൻ ടേസ്റ്റാണ്. പിന്നെ ബുഫേ ആയതുകൊണ്ട് നമ്മുടെ സ്വഭാവം കാണിക്കണമല്ലോ, പിന്നെയും ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കും. ചിക്കൻ റെഡ് കറി, ഫിഷും ആണത്. ആ ഫിഷ് നെല്ലിക്ക ഇട്ട് വെച്ചതുപോലത്തെ ഒരു ഫിഷാണ്. നെല്ലിക്ക പൊടി, ഉണക്ക നെല്ലിക്ക പൊടിയിൽ ഫിഷ് വരട്ടിയെടുത്ത ഐറ്റമാണ്. ആ ചിക്കൻ മുളകിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് ഭാഗത്ത് 1-2 ഡിഷസ് ഉണ്ട്. ആ കൈൻഡ് ഓഫ് ഒരു സംഭവമാണ്. നല്ല എരിവുണ്ട്. ശ്രീലങ്കയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. പല സാധനങ്ങളും വളരെ എരിവുള്ളതാണ്. ഞാൻ പുളിശ്ശേരിയാന്ന് വിചാരിച്ച ചോറിന്റെ നടുവിലിട്ടത് സത്യത്തിൽ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആയിരുന്നു. ഉരുളക്കിഴങ്ങ് യെല്ലോ കറി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. ഒരു പല ഡിഷസും സിംഹള ഭാഷയിൽ എഴുതി വെക്കും, എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ റെഡ് കറി, യെല്ലോ കറി എന്നൊക്കെയാണ് ഉണ്ടാവുക. ചോറിന് ആ യെല്ലോ റൈസ് എന്ന് പറയുന്ന സത്യത്തിൽ നമ്മുടെ ഗീ റൈസ് പോലത്തെ ഒരു സാധനം. ബാക്കി രണ്ടും റെഗുലർ ആയിട്ടുള്ള നമ്മുടെ ചോറ്, ഈ നമ്മുടെ സുഖമായിട്ട് തൈരിന്റെ ഒക്കെ കൂടെ കുഴച്ച് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറ്. കുത്തരിച്ചോറും പുളിശ്ശേരിയും കഴിക്കാന്ന് വിചാരിച്ച് എന്നെ ആ പൊട്ടറ്റോ സ്റ്റൂ പറ്റിച്ചു. ലുക്കിൽ പുളിശ്ശേരി ആണെങ്കിലും സംഭവം ശരിക്കും സ്റ്റൂ ആണ്.
ഈ കാണുന്ന തേങ്ങാപ്പീര ചട്ടി പോലത്തെ സാധനത്തിന്റെ പേര് സാമ്പാൾ എന്നാണ്. സാമ്പാറല്ല, സാമ്പാൾ. സൂപ്പർ ഫ്ലേവറാണ്. അതിന്റെ കൂടെ തന്നെ അവിടെ ഒരു സൈഡിൽ ഒരു ഉണക്കമീൻ ചമ്മന്തിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സത്യത്തിൽ മറ്റതിനേക്കാൾ സൂപ്പർ. ആ ചേച്ചിയുടെ അടുത്ത് ഒരു കോട്ടിയുടെ ഷെഫിനെ കണ്ടപ്പോഴാണ് ഇത് 5 സ്റ്റാർ ആണെന്ന് എനിക്ക് രണ്ടാമത് ഓർമ്മ വന്നത്. ചേച്ചി ഒരു എഗ് അപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ആ അപ്പം കുറച്ചുകൂടെ നേരത്തെ കല്ലിൽ നിന്ന് എടുക്കണമായിരുന്നു. കണ്ടോ, എഗ്ഗ് കട്ടിയായി പോയി. എനിക്കിങ്ങനെ റണ്ണി ആയിട്ടുള്ള എഗ്ഗാണ് ഇഷ്ടം. അപ്പത്തിന്റെ നടുവിൽ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പത്തിന്റെ സൈഡ് ആണെങ്കിൽ ആവശ്യമില്ലാണ്ട് ക്രിസ്പി ആവുകയും ചെയ്തു. ഓക്കെ, പക്ഷെ ഇവിടെ കൊത്തു പൊറോട്ടകൾ കുറെ ഉണ്ട്. വെജ്, പിന്നെ എഗ്, അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ചിക്കൻ. തമിഴ്നാടുമായിട്ട് നല്ല ബന്ധമുള്ള സ്ഥലമാണല്ലോ ശ്രീലങ്ക. ഈ ചമ്മന്തി ഹാൻഡിൽ വിത്ത് കെയർ. എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. അതെങ്ങാനും തൊട്ട് നാവിൽ വെച്ച വിവരം അറിയും. ഞാൻ കുറച്ച് ചിക്കൻ കൊത്തു പൊറോട്ടയും ഒരപ്പം പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അത് തേങ്ങ അരിയും കൂടെ അരച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. പക്ഷെ ഇത് ഭയങ്കര ഡ്രൈ ആണ്. തേങ്ങാപ്പാലെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കാം. ചിക്കൻ കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ പൊറോട്ട കൂടുതലും ചിക്കൻ കുറവുമല്ല, മൊത്തം ചിക്കനാണ്. പിന്നെ പൊറോട്ട കൊത്തിയെടുത്ത് ഉണ്ടാക്കിയതും അല്ല. അത് പൊറോട്ടയുടെ ഇങ്ങനെ മൈദയുടെ സ്ട്രിപ്സ് ഇട്ട പോലെ. അതുകൊണ്ട് ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നി. ഇവിടെ ട്രഡീഷണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഈ വിളക്ക് വെക്ക മാത്രമല്ല അവർ ചെയ്തിട്ടുള്ളത്. മുണ്ടെടുത്തിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. അതേ കോട്ടിട്ടിട്ട് കൾച്ചറായി ഒഴിവാക്കിയിട്ട് കോട്ടിട്ടിട്ട് നിൽക്കണ ഒരു മനുഷ്യനെ കണ്ട. ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്ന ചേച്ചിമാരെ ഇങ്ങനെ മുണ്ടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. കഴിക്കാൻ വരുന്നവർ ഇതേപോലെ തന്നെയാണ്. അവരും ഈ പറയുന്ന മുണ്ടും ബ്ലൗസിന്റെയും വേർഷൻസും ലുങ്കിയൊക്കെയാണ്. വെയിറ്ററെ കണ്ടോ, അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിലുള്ള ആൾക്കാരെ പോലെ ആണ് മൂപ്പര് നടക്കുന്നത്. ഡെസേർട്സിന് സ്വന്തമായിട്ടൊരു ഓലപ്പുരയുണ്ട്. മെയിൻ കോഴ്സിനും സ്റ്റാർട്ടേഴ്സിനൊക്കെ ആയിട്ട് ഓലപ്പുര, പിന്നെ അപ്പത്തിനും കൊത്തുപൊറോട്ടൊക്കെ ആയിട്ട് ഓലപ്പുര. അത് കഴിഞ്ഞ് ഡെസേർട്സിന്റെ ഓലപ്പുര. പഴയ മിൽമേലെ പേട പോലത്തെ ഒരു സാധനം, ലഡുകള്, ജിലേബി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തൊക്കെയോ പേരൊക്കെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ആ സാധനം എന്തോ പേസ്ട്രി എന്ന് തോന്നുന്നു. ഒരു റവ ലഡു പോലത്തെ ഒരു സംഭവം. അതുപോലെ തൈരടക്കം ഡെസേർട്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർ മാത്രമേ ഫ്രൂട്ട്സിനെ പ്രൊമോട്ട് ചെയ്യാത്തതായിട്ടുള്ളൂ. നോക്കൂ, നമ്മുടെ നാട്ടില് റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലത്തെ നെല്ലിക്കയും അതും ഇതൊക്കെയാണ് ഇവർ ബുഫേയിൽ വെച്ചിരിക്കുന്നത്. പേരക്ക, പാഷൻ ഫ്രൂട്ട് എന്റെ ഫേവറേറ്റാണ്. എന്റെ അച്ഛൻ പണ്ട് ഒരുപാട് സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. അതിൽ പെട്ടൊരു സാധനമാണ് കിണ്ണത്തപ്പം. ആ കിണ്ണത്തപ്പം പോലെയാണ് ആ കറുത്ത സാധനം ഇരിക്കുന്നത്. പിന്നെ കാസർഗോഡൻ സ്റ്റൈലിൽ കുറെ സ്വീറ്റ്സ് ഉണ്ട്, റവ ലഡു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള. അതെല്ലായിടത്തും കിട്ടുമെന്ന് വേണം നിങ്ങൾക്ക് പറയാം. പക്ഷേ കാസർഗോഡ് കിട്ടുന്നതിന് വേറൊരു ടേസ്റ്റാണ്. ഇവിടുത്തെ ലഡു രണ്ടും കാണാനും ടെക്സ്ചറും ഒക്കെ വളരെ വ്യത്യാസമാണെങ്കിലും രണ്ടിനും ഏകദേശം ഒരേ റവ ലഡുവിന്റെ ടേസ്റ്റ് എന്താണാവും ഒരു പിടിയില്ല. കിണ്ണത്തപ്പവും അച്ഛൻ തലശ്ശേരി എന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന കിടിലം കിണ്ണത്തപ്പത്തിന് വെച്ച് നോക്കുമ്പോൾ പോരാ. ആ ജിലേബിയുടെ കളർ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ സാധനത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ജിലേബി പ്രതീക്ഷിച്ച പോലെ തന്നെ തീരെ സ്വീറ്റ് അല്ല, ഒരു ഡോയി ആയിട്ടുള്ള ഫ്രൈഡ് ആയിട്ടൊരു സംഭവം. മേ ബി അതായിരിക്കും അവരുടെ ജിലേബി. ആ മിൽമയുടെ പേട എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. അതിനകത്ത് വെള്ള പേട ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. പറ്റിച്ച് അതിനകത്ത് എള്ളുണ്ട പോലത്തെ ഒരു സാധനമാണ് അവർ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എള്ളുണ്ട പോലെ അത്ര ക്രഞ്ചി അല്ല, സോഫ്റ്റ് ആണ്. പക്ഷെ അതൊരു വലിയ സർപ്രൈസ് ആയിപ്പോയി. പൂരം കഴിഞ്ഞ പറമ്പ് പോലെ എല്ലാവരും പോയി. ബുഫേ ആണ്, ഞാൻ മലയാളിയാണ്. അപ്പം നമ്മൾ മാക്സിമം കഴിച്ച് മാക്സിമം മുതലാക്കിയിട്ടേ വരുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ആൽമരം ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെയുള്ള എല്ലാ ഭക്ഷണവും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഓൾറെഡി 9 minutes ഉണ്ട്. ഇനി ആകെ 2 കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന് ഈ സാധനം, ഒരു ചവർപ്പുള്ള ഒലിവ് പോലെയുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം നെല്ലിക്ക, അത് വെറുതെ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോക്കറ്റിലിട്ടതാണ്.